കുറേ ദിവസമായിട്ട് വീട്ടിലില്ലാത്തോണ്ട് തന്നെ ഇനി വീട്ടിൽ വല്ലതും വെച്ചിട്ടാക്കി കഴിക്കണേ നമ്മൾ വീട്ടിലേക്കുള്ള സാധനവും കാര്യവും മേടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്കുള്ള സാധനവും കാര്യവും മേടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. സെപ്പറേറ്റ് ആയിട്ടാണ് മേടിച്ചത്. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മെറ്റീരിയലും കാര്യങ്ങളാണെങ്കിലും പാൻറ്റ് വരുന്ന പലാസോ കേട്ടോ. അതേപോലെ ഷർട്ടും അതേപോലെ ഈ കമ്മലും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഭയങ്കര റേറ്റ് കുറവിനാണ് ഞാൻ 3 ഐറ്റംസ് മേടിച്ചിരിക്കുന്നത്. ഇട്ട് നോക്കിയപ്പോഴാണെങ്കിൽ ഊരാനേ തോന്നുന്നില്ല, അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് ഈ പലാസ മേടിച്ച് കണ്ടിട്ട് അമ്മയ്ക്കും മാമിക്കും വലിയമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് എല്ലാവർക്കും ഈ പലാസ ഞാനാണ് ഓർഡർ ചെയ്ത് കൊടുത്തത്. അതേപോലെ ഇതാ ഈ ചെരുപ്പും കൂടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് തന്നെയാണ്. പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് മേളിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ റെഡി ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഏട്ടൻ വലിയച്ഛനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയതുകൊണ്ട് തന്നെ അവൻ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് എത്താമെന്ന് പറഞ്ഞു. കുഞ്ഞനും അച്ഛനും വർക്കുണ്ട്, അവരും നേരെ അങ്ങോട്ട് എത്താമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ നിന്ന് അച്ഛൻ്റെ കാറിലാട്ടോ പോയത്. നമ്മളെ കാത്തുമ്പോൾ കുറേ നേരം ഇടഞ്ഞിട്ടൊക്കെ നിന്ന് അവസാനം അമ്മേനെയാണ് ഒതുക്കി കൊണ്ടുവന്നത്. അപ്പം അമ്മ ഉള്ളപ്പോൾ അമ്മയുടെ കൂടെ, കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെയാണ് നടക്കുള്ളൂ. എന്നോ ഏട്ടനോ വേണ്ട. ഇവരാരും ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മളെ മെയിൻ ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഇല്ല, അവരെ കൂടെ കൊണ്ട് പോയിക്കോളും. അങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ കുഞ്ഞിനും അച്ഛനും ഏട്ടനെ കണ്ടുമുട്ടി. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അവിടെ ഇരുന്ന് വർത്താനെല്ലാം പറയും. വിളിക്കും അച്ഛനും പറഞ്ഞു നമുക്ക് ചായ കുടിക്കുന്നുണ്ട്, അവർ ചായ മേടിക്കാൻ പോവുകയാണ്. അവർക്ക് എവിടെ എത്തിയാലും അപ്പം തന്നെ ഒരു ചായ ആവശ്യമാണ്. എനിക്കാണെങ്കിൽ ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ചായ വേണ്ട പറഞ്ഞു. ഞാൻ ഒരു ഉഴുന്നവരയുടെ പകുതി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കഴിച്ചു. ഞങ്ങളത് കഴിക്കുമ്പോഴേക്കും ഏട്ടൻ പോയിട്ട് കുണുക്കനും കാത്തൂനും ഗെയിമിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ പെട്ടെന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത പരിപാടി നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകലാണ്. അതിനാണല്ലോ നമ്മൾ മെയിനായിട്ട് വന്നത്. എന്തൊക്കെ മേടിക്കണം എന്ന് ഞങ്ങൾ പ്ലാൻ ഇടാത്തതുകൊണ്ട് തന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ഐറ്റംസ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കേട്ടോ. വീടെത്തിയപ്പോൾ ആവശ്യമുള്ളതൊന്നും ഞങ്ങൾ നരച്ചതിന് മേടിച്ചിട്ടുമില്ല. സാധാരണ എന്ത് മേടിക്കാൻ പോവുകയാണെങ്കിലും ഞാൻ വീട്ടിൽ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കിയിട്ടാണ് മേടിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം നോക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു ഐഡിയ വെച്ചിട്ടാണ് എല്ലാതും മേടിച്ചത്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ചെറിയൊരു ഉണ്ണീനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ആ ഉണ്ണിയോട് വർത്തമാനം പറയണത് കണ്ടിട്ട് അമ്മ വന്നിട്ട് പറഞ്ഞു പൊന്നു ഇതേപോലെയാണ് ചെറുപ്പത്തിൽ നിന്ന്. അപ്പോൾ എടുത്ത് വെച്ച ചെറിയ വീഡിയോ ആണ്. അങ്ങനെ അവരോടും യാത്ര പറഞ്ഞ് നമ്മൾ നേരെ സാധനങ്ങളും പിടിച്ച് ബില്ലടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് അച്ഛൻ ബില്ലടിക്കുന്നുണ്ട്, ഇവിടെ ഏട്ടൻ ബില്ലടിക്കുന്നുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ പോകാൻ നോക്കുകയാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ ഒറ്റ വണ്ടിയിലായിട്ടാണ് വരാറ്. പക്ഷേ ഈ പ്രാവശ്യം അച്ഛനും കുഞ്ഞിനും വർക്ക് കഴിഞ്ഞ് വന്നുകൊണ്ട് അവരെ വണ്ടിയിലാണ്. ഏട്ടൻ എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങളെ വണ്ടിയിലും അച്ഛനമ്മരോടെയാണ് ഞാൻ വന്നത്. പക്ഷേ റിട്ടേൺ പോകുമ്പോൾ ഞാൻ കാല് വാരിയിട്ട് ഏട്ടൻ്റെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒറ്റയ്ക്കാവില്ലേ. പിന്നെ നമ്മൾ അടുത്തുള്ളൊരു മന്തിക്കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അമ്മയ്ക്കൊന്നും മന്തി ഇഷ്ടമാകാത്തതുകൊണ്ട് അവർ വളരെ കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ടേസ്റ്റൊന്നും മനസ്സിലായില്ല. കാരണം കുറേ നാളായാലും നമ്മൾ മന്തി കഴിച്ചിട്ട്. ആ ഒരു ആവശ്യത്തിൽ ഞാൻ നന്നായി മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഞാൻ വളരെ കുറവ് എടുക്കുള്ളൂ. ഞാൻ അപ്പുറത്തെ ഇതിലും പ്ലേറ്റിൽ നിന്ന് കഴിയിട്ട് വരാറുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു ചിക്കൻ പീസ് എടുക്കാറില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുണുക്കൻ അവൻ്റെ ആയിട്ട് വലിയ ചിക്കൻ പീസ് എടുത്തിട്ടാണ് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ തിരക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ മേളിൽ ഞാൻ ഇന്നത്തെ ഡ്രസ്സിൻ്റെ കമൻറ്റിലൊക്കെ ലിങ്ക് ടാഗ് ചെയ്യാം. ബൈ.